ഈ ഉമ്മയ്ക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ട്. കാരണം 3 പല്ലല്ലേ ഇവൻ പോക്കിയുള്ളൂ. ജീവൻ എടുക്കാതിരുന്നിട്ടുള്ള എന്തോ വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ജന്മം നൽകിയതിൻ്റെ ഒരു ദയ അവൻ കാണിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വെഞ്ഞാറമൂടുകാരനായിട്ടുള്ള 23 വയസ്സുകാരൻ ആ ഉമ്മയോടും 5 പേരോടും ചെയ്തിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൃത്യം വെറും മദ്യം മാത്രം ഉപയോഗിച്ചു കടക്കണി ആലോചിച്ചിട്ടാണെന്ന് പറയുന്ന സമയത്ത് ഈ ഒറ്റ വാർത്തകൾ മാത്രം ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഈ 2 വാർത്തകൾ കൂടി, അതായത് MDMA എന്ന് പറയുന്ന അത്രയും മാരകമായിട്ടുള്ള ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചവന് ഇത്രമാത്രം ചെയ്തു. പോലീസുകാരെ കണ്ട സമയത്ത് കൃത്യമായിട്ടുള്ളവന് ബോധം വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ചോര കണ്ട അറപ്പ് മാറണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ക്രൂരമായി ഇത്രയും ഒരു ദിവസത്തിൽ 5 കൊലപാതകങ്ങൾ അതിക്രൂരമായി ചെയ്യണമെങ്കിൽ അത് കടക്കണിയോ ബാക്കി കാര്യങ്ങളോ അല്ല, അതിലപ്പുറത്തേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ കൃത്യമായി കല്ലാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഇതെങ്ങനെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നു എന്നുള്ളത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ കസ്റ്റംസ് ഉണ്ട്, വിമാനത്താവളത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് കടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അധികൃതർ. അതിലപ്പുറത്തേക്ക് നമുക്കറിയാം അതിർത്തി കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റുകൾ, അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ നിന്നിട്ടും ഇവിടെ സുലഭമായിട്ട് ഓരോ ദിവസവും നമുക്കറിയാവുന്ന കാര്യമാണ് കഞ്ചാവ് മയക്കുമരുന്ന് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പിടികൂടുന്ന വാർത്തകൾ കേൾക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ലെങ്കിൽ ഇതിനെതിരെയുള്ള പ്രവർത്തനം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്.